വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഹെർമൻ ഹോളിയറ്റ്സ് മിഷൻ എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു മിഷൻ്റെ സഹായത്തോടെ അമേരിക്കൻ സെൻസസ് ഡിപ്പാർട്ട്മെൻറ്റ് സാധാരണ രീതിയിൽ അവരുടെ സെൻസസ് കംപ്ലീറ്റ് ചെയ്ത് അനാലിസിസ് ചെയ്യാൻ എടുത്തിരുന്ന സമയം ഏകദേശം 10 വർഷമായിരുന്നു. എന്നാൽ ഹെർമൻ ഹോളിയർത്തിൻ്റെ ഈ പഞ്ചിങ് കാർഡ് വെച്ചുള്ള ഈ സെൻസസ് മിഷന്റെ സഹായത്തോടെ ഈ കാലയളവ് 1 വർഷത്തേക്ക് കുറയ്ക്കുവാൻ അമേരിക്കൻ സെൻസസ് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു എന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അദ്ദേഹത്തിന്റെ ഈ ഒരു മിഷന് ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ പഞ്ചിങ് കാർഡിന്റെ സഹായത്തോടെ ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഡാറ്റ ഔട്ട്പുട്ട് ചെയ്യാനും സാധിച്ചു. അതിൽ കൂടെ പെട്ടെന്ന് കാര്യങ്ങൾ സെൻസസിന്റെ ആർക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട്, അല്ലെങ്കിൽ എത്ര പശുവുണ്ട്, അല്ലെങ്കിൽ കന്നുകാലികൾ എത്രയുണ്ട്, വരുമാനം എത്രയാണ്, ഒരു വീട്ടിൽ എത്ര പേരുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ ചെറിയൊരു 1 വർഷം എന്നൊരു ചെറിയ കാലഘട്ടം കൊണ്ട് സെൻസസ് എടുക്കാൻ പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹം ഈ ഒരു മിഷന്റെ സഹായത്തോടെ ഒരു കമ്പനി 1896 സ്ഥാപിക്കുകയുണ്ടായ കമ്പനിയുടെ പേര് ടാബുലേറ്റിംഗ് മെഷീൻ കോർപ്പറേഷൻ അല്ലെങ്കിൽ TMC എന്നായിരുന്നു അദ്ദേഹം ആ കമ്പനിയുടെ പേര് കൊടുത്തിരുന്നത്. അദ്ദേഹം അതോടെ ഈ ഒരു മിഷന്റെ സഹായത്തോടെ അമേരിക്കൻ സെൻസസ് ബ്യൂറോയ്ക്ക് 10 വർഷം എടുത്തിരുന്ന ആ ഒരു സെൻസസ് ഡാറ്റ ഏകദേശം 1 വർഷം കൊണ്ട് പൂർത്തീകരിക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ ഒരു മിഷന്റെ പ്രത്യേകത. പിന്നീട് അദ്ദേഹത്തിന്റെ ടാബുലേഷൻ മെഷീൻ കോർപ്പറേഷൻ എന്ന് പറയുന്ന കമ്പനി 1924 IBM അല്ല ഇന്റർനാഷണൽ ബിസിനസ് മെഷീൻസ് എന്ന പേരിൽ പല മെർജറുകൾക്ക് ശേഷം പുനഃനാമീകരണം ചെയ്യപ്പെട്ടു. അപ്പം ഹെർമൻ ഹോളിയർത്ത് എന്ന ഈ ഒരു വ്യക്തിയുടെ സംഭാവന ഏറ്റവും വലിയൊരു ഇതാണ്. കാര്യം അദ്ദേഹം ആണ് ശരിക്കും ഇലക്ട്രിസിറ്റിയുടെ സഹായത്തോടെ പഞ്ചിങ് കാർഡ്സിൽ കൂടെ ഡാറ്റയെ റീഡ് ചെയ്യാം, കൗണ്ട് ചെയ്യാം, അതുപോലെ തന്നെ പഞ്ചിങ് കാർഡ് സോർട്ട് ചെയ്ത് ഡാറ്റാസ് വളരെ പെട്ടെന്ന് കൈമാറ്റം ചെയ്യാൻ സാധിക്കുമെന്ന് കണ്ടുപിടിച്ച വ്യക്തി. അപ്പോൾ ഈ ഒരു ഹെർമൻ ഹോളിയത്ത് മിഷനെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.